Good morning. So, last day Pgbp depreciation discuss here. So, the return down value method block depreciable value depreciation charge block physically asset block cost then അതിനേക്കാൾ കുറവോ കൂടുതലോ ആണ് ബ്ലോക്കിൽ അസറ്റ് ഇല്ല അല്ലെങ്കിൽ സെയിൽ നടത്തുന്ന കുറവോ കൂടുതലോ ആയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് വരുമെന്ന് കണ്ടുപിടിച്ചിരുന്നു റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. സോ നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉള്ളത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ? മെത്തേഡ്സ് ഏതൊക്കെയാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ ഇതിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? Business of generation for generation and distribution of power. Distribution of power അല്ലെ, പവർ സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്, പവർ ജനറേഷൻ അണ്ടർടേക്കിംഗ് ആണ്. സോ ആ കേസിൽ നമുക്ക് ഇതേപോലെ വന്നാൽ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന അസറ്റില് എന്താണ് സിംഗിൾ അസറ്റ് കോസ്റ്റിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഡിപ്രീസിയേറ്റഡ് വാല്യൂവിനേക്കാൾ കൂടുതലായിട്ടോ കുറവായിട്ടോ അസറ്റ് വിറ്റ് പോയാൽ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സേഷൻ പർപ്പസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. സോ നെക്സ്റ്റ് ഹെഡർ കൊടുക്കുക. Depreciation for power sector, depreciation for power sector undertaking bracket SLM method. സോ ഇവർക്കും എന്താണ് ഓപ്ഷൻ ടു അസസ് ചെയ്യാണ്, വേണമെങ്കിൽ എന്ത് ചെയ്യാം റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ബട്ട് ഇവർ SLM മെത്തേഡ് ആണ് അഡോപ്റ്റ് ചെയ്തതെങ്കിൽ സോ ഇവിടെ SLM മെത്തേഡ് ആണെങ്കിൽ എന്ത് കോൺസെപ്റ്റ് ഇല്ല, ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് ഇല്ല, ഇൻഡിവിജ്വൽ അസറ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഈ പവർ സെക്ടർ units follows straight line method, then they are subject to individual asset system individual asset system profit and loss is calculated on every sale. So ഇവിടെ എന്തില്ല, there is no block concept. ഓരോ സെയിലിലും എന്താണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ അസറ്റ് ബേസിസിലാണ് ഇവിടെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. അതിന്റെ ട്രാൻസ്ഫർ നടന്നാലും നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ അസറ്റ് കോൺസെപ്റ്റില് ആയിരിക്കും നമ്മൾ ഇൻഡിവിജ്വൽ അസറ്റ് സിസ്റ്റം. ക്ലിയർ? ഒരു എക്സാമ്പിൾ നോട്ട് ചെയ്യാം. എക്സാമ്പിൾ cost of asset rupees 10,000. Rate of depreciation at the rate 10% SLM, straight line method, 10% SLM. The asset is sold in the third year for
rupees 7,200, the A. Then rupees 8,900. Then C, rupees 11,500. So ഈ മൂന്ന് വിലയ്ക്ക് വിറ്റാൽ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ആൻഡ് ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നോക്കുന്നത്. ടാക്സ് ട്രീറ്റ്മെന്റ്. സോ അസറ്റ് മേടിച്ച എത്ര രൂപയ്ക്കായിരുന്നു? അസറ്റിന്റെ കോസ്റ്റ് 10,000 രൂപയായിരുന്നു. ഇതാണ് മൂന്നാമത്തെ വർഷം, തേർഡ് ഇയറിൽ എന്താണിത് സെയിൽ നടന്നത്. ആദ്യം എന്താണ് 7,200 സെയിൽ നടന്നാൽ എന്താണ് വരുന്നത്? 8,900 സെയിൽ ചെയ്താലുള്ളത് 11,500 സെയിൽ നടന്നാൽ ഓരോ സെനാരിയോയിലും ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണത് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആക്ച്വൽ കോസ്റ്റ് എത്രയായിരുന്നു? ആക്ച്വൽ കോസ്റ്റ് 10,000. ലെസ് ഫസ്റ്റ് ഇയറിലെ ലെസ് ഡിപ്രീസിയേഷൻ എത്ര വരും? ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 10%. എത്ര വരും? 1,000. കിട്ടിയില്ലേ? Yes, sir. 9,000. Then less second year depreciation at the rate 10%. സെക്കൻഡ് ഇയറിലെ ഡിപ്രീസിയേഷൻ സ്ട്രേറ്റ് ആകുമ്പോൾ എന്തിന്റെ പുറത്ത് തന്നെ എടുക്കുന്നത്? ഈ 10,000 പുറത്ത് തന്നെ. എത്ര വരും? സെക്കൻഡ് ഇയറിലും 1,000. സോ തേർഡ് ഇയറിന്റെ തുടക്കത്തില് WDV അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ വാല്യൂ ബിഗിനിങ് ഓഫ് തേർഡ് ഇയർ. സോ തേർഡ് ഇയർ ബിഗിനിങ്ങിലെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര വരും? 8,000. സോ തേർഡ് ഇയറിൽ നോക്കാൻ ഓരോ കേസാണ് എടുക്കുന്നത്. സോ സെയിൽ പ്രൈസ് 7,200 ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ ഒരു അസറ്റ് ഉണ്ടായിരുന്നു, അത് 7,200 വിറ്റുപോയി. എന്ത് വരും? ലോസ് അല്ലെ? സോ ലോസ് ദാറ്റ് മീൻസ് എത്രയാണ് ലോസ് വരുന്നത്? 800 rupees അല്ലെ? സോ ഒരു 800 rupees ലോസ് പോലെ വരും. സോ ലോസ് മീൻസ് എന്താണ്? P&L എന്ത് ചെയ്യും? ലോസ് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എവിടെയാണ് കാണിക്കുന്നത്? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ലോസ്? സോ ഈ കേസിൽ നമ്മൾ എന്താണ് P&L ഇതിനെ ഡെബിറ്റ് ചെയ്യും. ആക്ച്വലി ഇത് അക്കൗണ്ടിങ് ഇത് പറയാൻ ലോസ് എന്ന് പറയാം. നമുക്ക് ഇൻകം ടാക്സ് പർപ്പസിന് P&L അതായത് ഇതൊരു ഡിഡക്ഷൻ ആയിട്ട് കിട്ടണം എങ്കിൽ സോ ഇതിനെ നമ്മൾ പറയുന്നത് ദാറ്റ് മീൻസ് 8,000 ആയിരുന്നു അതിന്റെ ആക്ച്വൽ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്ത കോസ്റ്റ്. ദെൻ നമ്മൾ വിൽക്കുന്ന എത്ര? നമുക്ക് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽ പ്രൈസ് എത്ര കിട്ടുന്നുള്ളൂ? 7,200 കിട്ടുന്നുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ 7,200 ദാറ്റ് മീൻസ് 800 നമുക്ക് കുറച്ചാണ് നമുക്ക് സെയിലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ടെർമിനൽ ഡിപ്രീസിയേഷൻ. സോ ഇത് എന്ത് കൊടുക്കും? ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്രീസിയേഷൻ, ടെർമിനൽ ഡിപ്രീസിയേഷൻ ആൻഡ് ഇൻകം ടാക്സ് ആക്ട് പറയാം അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ നമ്മുടെ ഏത് ഇയറിലാണോ ഈ സെയിൽ നടക്കുന്നത് സോ ആക്ച്വലി അവിടെ ലോസ് പോലെ വന്നു, P&L ഡെബിറ്റ്. ദെൻ നമ്മുടെ ഇൻകം ടാക്സ് ആയിട്ട് പറയാം ഇതിനെ ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഇത് അലൗഡ് ആസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 32 subsection 1 clause 3.
32 subsection 1 clause 3. So 32 പ്രകാരം നമുക്ക് എന്താണ് ഇതിനെ ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഏത് ഇയറിലാണോ നമ്മൾ ആക്ച്വലി സെയിൽ നടക്കുന്നത് ആ കുറഞ്ഞു വരുന്ന എമൗണ്ട് നമുക്ക് എന്താണ് ആ വർഷം തന്നെ P&L അല്ലെങ്കിൽ നമുക്ക് ഡിഡക്ട് ചെയ്ത് കളയാം. ക്ലിയർ ആണ്? Then second scenario നമ്മുടെ ഇവിടെ അതേപോലെ തന്നെ ചെയ്തു വരുമ്പോഴത്തേക്കും 8000 ആണ് നമ്മുടെ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 8,900 8,900 വിറ്റാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആക്ച്വലി ഒരു 900 പ്രോഫിറ്റ്. സോ പ്രോഫിറ്റ് ദാറ്റ് മീൻസ് P&L നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ടു P&L. സോ ഇൻകം ടാക്സ് പ്രകാരം നമുക്ക് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ് വിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ ബിസിനസ്. സോ ഇത് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടുമോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനെ ബാലൻസിങ് ചാർജ് എന്ന് പറയും. നമ്മൾ ബാലൻസിങ് ചാർജ് ആൻഡ് ടാക്സബിൾ ആസ് ഇൻകം under Pgbp. So profit and gains il thanne tax ചെയ്യും as income under Pgbp under section 41 subsection 2. 41 subsection 2. 41 subsection 2. Okay അല്ലേ? Yes sir. Then മൂന്നാമത്തെ സെനാരിയോ എന്താണ്? 10,000 രൂപയുടെ അസറ്റ് ആയിരുന്നു, നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്തു. മൂന്നാമത്തെ വർഷം 11,500 വിറ്റിരിക്കുന്നു. സോ ഇപ്പൊ ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര ഉണ്ട് എമൗണ്ട്? 8,000. നമ്മുടെ സെയിൽ പ്രൈസ് എത്രയാണ്? 11,500. സോ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ആണ്. എന്തായിരിക്കും ഇവിടുത്തെ ട്രീറ്റ്മെന്റ്? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. സോ ആക്ച്വലി ഇത് പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് എത്ര വരും? പ്രോഫിറ്റ് 3,500 പ്രോഫിറ്റ് എന്ന് പറയാം. സോ അത് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് പർപ്പസിൽ നമുക്ക് പറയാം പ്രോഫിറ്റ്. ബട്ട് ഇൻകം ടാക്സ് പർപ്പസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് എത്രയുണ്ട്? മൊത്തം 3,500 ഉണ്ട്. സോ ഈ 3,500 അതിൽ ഒന്ന് ശ്രദ്ധിക്കുക. ആക്ച്വൽ കോസ്റ്റ് എത്രയായിരുന്നു? ആക്ച്വൽ കോസ്റ്റ് 10,000. സോ ഇവിടെ ശ്രദ്ധിക്കുക അപ് ടു കോസ്റ്റ് ഓഫ് അസറ്റ്. സോ ഇവിടെ 8,000 കോസ്റ്റ് ഓഫ് അസറ്റ് വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? ടോട്ടൽ 3,500 നമ്മൾ പ്രോഫിറ്റ് എന്ന രീതിയിൽ പറഞ്ഞു. സോ ഇവിടെ എത്രയാണ് വരുന്നത്? 2,000. സോ ഇതിനെ എന്തായിട്ട് കണക്കാക്കും? ബാലൻസിങ് ചാർജ് and will be taxed as income under the head Pgbp under section taxed under Pgbp under section 41 subsection 2. Then നമ്മുടെ ആക്ച്വൽ കോസ്റ്റിന് മുകളിലേക്ക് സെല്ലിംഗ് പ്രൈസ് above ആക്ച്വൽ കോസ്റ്റ്. സോ ആക്ച്വൽ കോസ്റ്റിന് മുകളിലേക്ക് സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വന്നിരിക്കുന്നത്? ടോട്ടല് 3,500 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ 2,000 വരെ ആകുമ്പോൾ എന്ത് വരെ ആകും? ആക്ച്വൽ കോസ്റ്റ് വരെ ആകും. സോ റിമൈനിങ് 1,500 എന്തായിട്ട് കണക്കാക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50A. സോ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ ഇത് ഡിസ്കസ് ചെയ്യും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഉണ്ടോ? സോ നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ 3,500 പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കി ഉണ്ടോ? സോ പ്രോഫിറ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് വരും? ക്രെഡിറ്റ് വരും. സോ ഓക്കെ. ബട്ട് ആക്ച്വലി ഇതൊരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ? ബിസിനസ്സിൽ എത്രത്തോളം ഡിഡക്ഷൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ എത്ര ടാക്സ് ചെയ്യും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹെഡിലാണോ ടാക്സ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. സോ അപ് ടു ദ കോസ്റ്റ് ഓഫ് അസറ്റ് നമുക്ക് എവിടെ ചാർജ് ചെയ്യാം? ബാലൻസിങ് ചാർജ് ആയിട്ട് എന്ത് ചെയ്യാം? 41 സബ്സെക്ഷൻ 1 പ്രകാരം
പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസിൽ PGBP ചാർജ് ചെയ്യാം, ടാക്സബിൾ ഇൻകം ആയിട്ട് കണക്കാക്കാം. ദെൻ റിമൈനിങ്, സോ കോസ്റ്റിന് പുറത്തേക്ക് മുകളിലേക്ക് വന്ന സെയിൽ പ്രൈസ് എന്തായിട്ട് കണക്കാക്കണം? ഡിപ്രീഷിയബിൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 50A. ക്ലിയർ ആണോ? Yes, sir. രണ്ടും ക്ലിയർ ആണല്ലോ അല്ലെ? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴുള്ള കോൺസെപ്റ്റും സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴുള്ള കോൺസെപ്റ്റും. സോ കുറവാണെങ്കിൽ ആ വർഷം തന്നെ എഴുതി കളയും ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, കൂടുതലാണെങ്കിൽ അപ് ടു കോസ്റ്റ് ഓഫ് അസറ്റ് വരെ എന്താണ്? ബാലൻസിങ് ചാർജ് ആയിട്ടാണ്. അത് എന്തിൽ ടാക്സ് ചെയ്യും? 41 സബ്സെക്ഷൻ 2 പ്രകാരം PGBP തന്നെ ബിസിനസ് ഇൻകം തന്നെ കണക്കാക്കി ടാക്സ് ചെയ്യും. ദെൻ ആക്ച്വൽ കോസ്റ്റിന് മുകളിലേക്ക് സെല്ലിംഗ് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അത് എവിടെ ടാക്സ് ചെയ്യും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെക്ഷൻ 50A പ്രകാരം ടാക്സ് ചെയ്യും കേട്ടോ. സോ രണ്ട് ഹെഡ് ആയിട്ട് മാറി, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ അല്ലേ? Yes, sir. Next one. Additional points, some points at the first one. Taxation of subsidies or grants from government. First point. Any subsidy, grants, cash incentive, duty drawback, waiver, etc. by central government or state government or any authority or body shall be treated as income as per section 2 subsection 24 clause. So government subsidy കിട്ടുകയാണെങ്കിൽ എന്താണ്? അത് ഇൻകം ആയിട്ടാണെന്ന് കണക്കാക്കും. സോ 2 subsection 24 ആണ് ബിസിനസ്സിലെ ഇൻകം എന്ന് പറയുന്ന സെക്ഷൻ. നെക്സ്റ്റ് വൺ എഴുതുക. If subsidy received for acquiring an asset, it shall be deducted from actual cost of asset. So asset in the actual cost if subsidy received to acquire an asset. So subsidy ആയിട്ട് government ഇപ്പം അതോറിറ്റി ബോഡി subsidy ആയിട്ട് it will be treated as income. Then ഒരു particular asset മേടിക്കാനാണെങ്കിൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ട് ആ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കും. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻകം പോലെ വരും, ഇത്രയും കോസ്റ്റ് കുറയുന്നു. Then next point. Any other subsidy or waiver of loan, government
government grant from government grants, comma, from government grants from government or any authority or body will be taxable under Pgbp. Okay. So വേറെ കിട്ടുന്ന സബ്സിഡിയോ ലോണോ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നോ ഗവൺമെന്റ് അതോറിറ്റിയിൽ നിന്നോ ഗവൺമെന്റ് ബോഡിയിൽ നിന്നോ കിട്ടുന്ന എല്ലാം എന്താണ് will be taxed under Pgbp as income under the head Pgbp. Then next point, any subsidy or grant received by trust or any institution established by central government or state government as a corpus fund from central government shall not be treated as income, So സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ബിസിനസ് പർപ്പസിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും ഇൻഡിവിജ്വലിന് കിട്ടുന്ന വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന സബ്സിഡിയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. സോ LPG സബ്സിഡി ഒന്നും എന്താണ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല. അതുകൂടെ ഓർത്തോണം. LPG സബ്സിഡി കിട്ടുന്നതൊന്നും തന്നെ എന്താണ് അത് ഇൻഡിവിജ്വലിന് ഡയറക്ട്ലി കിട്ടുന്നതാണ്. വെൽഫെയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിന്റെ കേസ് മാത്രമാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് കണക്കാക്കില്ല. നമ്മുടെ ബിസിനസ്സുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗ്രാന്റിനെ കുറിച്ചും സബ്സിഡിയെ കുറിച്ചുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Then ഇവിടെ ഒരു കാര്യം കൂടെ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ acquisition of asset. So ഒരു അസറ്റ് അക്വയർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലോൺ എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്തായിരിക്കും ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും എന്റെ ട്രീറ്റ്മെന്റ്? സോ എന്റെ ക്വസ്റ്റൻ ഇതാണ്. നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലോ ചെയ്യുവോ? അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കുന്ന ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് അലോ ചെയ്യുവോ അല്ലെങ്കിൽ അലോ ചെയ്യാതിരിക്കുവോ? എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റ്? എന്തായിരിക്കും പറയാം? നമ്മൾ ആക്ച്വലി ബോറോയിങ് കോസ്റ്റ് A16 പോലെ നമുക്ക് എപ്പോഴും ഡിപ്രീസിയേഷൻ കിട്ടുന്ന എപ്പോഴും എന്ന പോലെയാണ്? അസറ്റ് പൊട്ട് യൂസ് ആയി കഴിഞ്ഞാലാണ്. സോ അസറ്റ് പൊട്ട് യൂസ് വരെ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും? ആക്ച്വൽ കോസ്റ്റിന് കൂടെ ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് അത് എന്ത് ചെയ്യാം? സോ കോസ്റ്റ് ഓഫ് അസറ്റിൽ ആഡ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഇൻട്രസ്റ്റ് അപ് ടു the date of asset first put to use. So asset ആദ്യമായിട്ട് എന്നാണോ യൂസ് ചെയ്യുന്നത് അതുവരെയുള്ള ഇൻട്രസ്റ്റ്.
add to actual cost. Add to actual cost. So അത് കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ലോൺ എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസറ്റ് വാങ്ങാൻ. അസറ്റ് വാങ്ങുക എന്തിനു വേണ്ടിയാണ്? ബിസിനസിന്റെ എൻറ്റയർലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. സോ ദാറ്റ് മീൻസ് ഈ എക്സ്ട്രാ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി തന്നെ ആയിരിക്കുന്നതാണ്? ബിസിനസ് റൺ ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? അത് ബിസിനസിന്റെ പാർട്ടായിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കാം. അതിനെ എന്ത് ചെയ്യാം? ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് P&L അലോ ചെയ്യാം. അലൗഡ് ആസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഫിനാൻസ് ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ P&L കണ്ടിട്ടില്ലേ? ഇൻട്രസ്റ്റ് ആഫ്റ്റർ the date of asset first put to use. Interest after the date of asset first put to use. നമുക്ക് എന്ത് ചെയ്യാം? allowed as deduction. That means revenue expenditure as revenue expenditure. So this entirely for the purpose of business, revenue expenditure ആണ്. So allowed as deduction. Interest is allowed as deduction. Clear അല്ലേ? ഫസ്റ്റ് പുട്ട് യൂസ് വരെയുള്ള എന്താണ്? എന്തിന്റെ കൂടെ ആഡ് ചെയ്യും? ആക്ച്വൽ കോസ്റ്റ് ഓഫ്. ദാറ്റ് മീൻസ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ദെൻ ഈ ആഡ് ചെയ്ത എമൗണ്ടിന്റെ പുറത്ത് നമുക്ക് എന്ത് എടുക്കാം? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയെങ്കിലും ഈ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുന്ന എന്തിന്റെ പുറത്താണ്? പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുന്ന എന്തിന്റെ പുറത്താണ്? ആദ്യമായിട്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം അല്ലെ? സോ നമുക്കുണ്ടായ ആക്ച്വൽ കോസ്റ്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഈ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? പർച്ചേസ് പ്രൈസ് മാത്രമാണോ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തത് ആഡ് ചെയ്യുമോ എന്നുള്ള അറിയണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വൽ കോസ്റ്റ് നമുക്ക് കിട്ടും. ആ ആക്ച്വൽ കോസ്റ്റിന്റെ പുറത്താണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്? റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ സെക്ഷൻ 43 subsection 1 actual cost for computing depreciation. So section 43 subsection 1 ആണ് എന്ത് പറയുന്നത്? ആക്ച്വൽ കോസ്റ്റ്. സോ ഈ ആക്ച്വൽ കോസ്റ്റിന്റെ പുറത്താണ് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. particulars amount. Particulars amount. This one, cost of asset. നിങ്ങൾ നമുക്ക് എന്താ പറയാം? പർച്ചേസ് പ്രൈസ്. സോ ഇതാണ് നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോർമലി എടുക്കുന്ന കോസ്റ്റ് ഓഫ് അസറ്റ് ആയിട്ട് എടുക്കുന്നത് പർച്ചേസ് പ്രൈസ് ആണ്. ദെൻ ഇതിന്റെ കൂടെ ജസ്റ്റ് പർച്ചേസ് പ്രൈസ് മാത്രമാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ എക്സ്പെൻഡിച്ചറും ആഡ് ചെയ്യാൻ പറ്റുമോ? കുറെ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യാൻ നോക്ക്. ഇൻസ്റ്റാളേഷൻ ചാർജസ് ഫസ്റ്റ്. സോ അത് ഇൻസ്റ്റാൾ ഉൾപ്പെടെ ചെയ്താണ് എന്താ നമുക്ക് സെയിൽ നടക്കും, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നത്. സോ അതിന് ഇൻസ്റ്റാളേഷൻ ചാർജസ് അവർ ഈടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അത് ക്യാപിറ്റലൈസ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ചാർജസ്. Then next, so for the purpose of transportation expense ഉണ്ടായിട്ടുണ്ടെങ്കിൽ transportation expenses for the asset. Transportation expense. Then next add ചെയ്യുന്നത് trial run or
test run expenses. So ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് പർച്ചേസ് പ്രൈസിന് മാത്രം റേറ്റ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്ഷൻ 43 സബ്സെക്ഷൻ 1 പ്രകാരം ആക്ച്വൽ കോസ്റ്റ് അതിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആഡ് taxes and duties if ITC not availed. Okay. So no GST ഇത് പ്രകാരം ആക്ട് പ്രകാരം എന്താണ് ITC അവൈൽ ചെയ്തിട്ടില്ല എങ്കിൽ ആ ടാക്സസും ഡ്യൂട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ദെൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്തായിരുന്നു? അത് എന്തായിരുന്നു? ഇപ്പൊ പറഞ്ഞോളൂ. ഇൻട്രസ്റ്റിന്റെ കേസിൽ Interest up to the date of interest on loan for the asset. No, so asset na full interest alla up to the date of put to use. Up to the date of put to use. So ഇത്ര ആഡ് ചെയ്യാൻ നമുക്ക്. Then less. So സബ്സിഡി അല്ലെ? സോ പർട്ടിക്കുലർ അസറ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ആയിരുന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്രാൻസ് റിസീവ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്? അസറ്റിന്റെ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. സോ ലെസ് ചെയ്യാവുന്ന ഫസ്റ്റ് ഐറ്റം എന്താണ്? സബ്സിഡി ഓർ ഗ്രാൻസ്, ഗവൺമെന്റ് ഗ്രാൻസ്. Received for acquisition of asset. Okay, so asset പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അസറ്റുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിട്ട് നമുക്ക് എന്താണ്? സബ്സിഡിയോ ഗവൺമെന്റ് ഗ്രാൻഡോ റിസീവ് ചെയ്താൽ അത് നമുക്ക് ലെസ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി റിഡ്യൂസ്ഡ് ഫ്രം കോസ്റ്റ് ഓഫ്. ആക്ച്വലി അത്രയും കോസ്റ്റ് ആയിട്ടില്ല, സോ അത് കുറച്ച് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്താൽ മതി. അതുകൂടെ ആഡ് ചെയ്താണ് ക്ലെയിം ചെയ്യെങ്കിൽ എന്താണ്? ഡയബിൾ ബെനിഫിറ്റ് ആണ്. ആക്ച്വലി അതായിട്ടില്ല, സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അതുകൂടാതെ ആക്ച്വൽ കോസ്റ്റ് അത് തന്നെ കാണിച്ചാൽ എന്താണ്? നമുക്ക് പലപ്പോഴായിട്ട് എന്താണ്? ഡെഫർ ചെയ്ത് ഡിപ്രീസിയേഷൻ ആയിട്ട് വീണ്ടും ഡബിൾ ബെനിഫിറ്റ് അസസിക്ക് കിട്ടും. സോ അത് സമ്മതിക്കില്ല ഇൻകം ടാക്സ് ആക്ട്. ദെൻ ഒന്നും കൂടാണുള്ളത് ലെസ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എക്സ്പെൻഡിച്ചർ ട്രയൽ റണ്ണിനോ ടെസ്റ്റ് റണ്ണിനോ വേണ്ടിയിട്ട് എക്സ്പെൻഡിച്ചർ ഉണ്ടായെങ്കിൽ അത് ഇപ്പൊ ഈ ട്രയൽ റണ്ണോ ടെസ്റ്റ് റണ്ണോ നടത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും കമോഡിറ്റി അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമുക്ക് ഉണ്ടാകുകയാണ്, അത് വിറ്റ് എന്തെങ്കിലും ഇൻകം ഉണ്ടായാൽ അതും എന്ത് ചെയ്യും? അത് ഇൻകം ആയിട്ടല്ല കാണുന്നത്, എന്ത് ചെയ്യും? അത് ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് കുറയ്ക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ്, എമൗണ്ട് റിസീവ്ഡ് on sale of trial run product. സോ ട്രയൽ റണ്ണിനുണ്ടായ എക്സ്പെൻഡിച്ചർ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, P&L ഡെബിറ്റ് ചെയ്യുമല്ല. അതുകൊണ്ട് തന്നെ സെയിൽ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പുറത്ത് കിട്ടുന്ന വാല്യൂ എന്താണ്? P&L ഡെബിറ്റ് ചെയ്യുമല്ല ചെയ്യുന്നത്, എന്ത് ചെയ്യാണ്? കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യും. സോ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഇതും കൂടെ ചേർത്ത് റെഡ്യൂസ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ആക്ച്വൽ കോസ്റ്റ് അണ്ടർ സെക്ഷൻ 43 സബ്സെക്ഷൻ 1. ക്ലിയർ ആണോ? സോ നോർമലി നമുക്ക് ഡിപ്രീസിയേഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകില്ല. ബട്ട് ഡിപ്രീസിയേഷൻ ഒറ്റ റേറ്റ് തന്നിട്ട് ഈ പറഞ്ഞ സംടൈംസ് ഈ പറഞ്ഞ അഡീഷണൽ എക്സ്പെൻഡിച്ചർ തന്നിട്ട് ആക്ച്വൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ചോദിക്കാം. സോ അതുകൊണ്ട് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടുമാണ് ലെസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ആഡ് ചെയ്യുന്ന ഐറ്റംസ്. ക്ലിയർ അല്ലേ? സോ ജസ്റ്റ് പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട്, ഉടനെ തന്നെ അതെടുത്ത് അതേ ഇൻറ്റു ഡിപ്രീസിയേഷൻ റേറ്റ് എടുക്കരുത്. 43 സബ്സെക്ഷൻ 1 പ്രകാരം ആക്ച്വൽ കോസ്റ്റ് എന്താണോ ആ കോസ്റ്റിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഇതൊന്നും തന്നിട്ടില്ല എങ്കിൽ പർച്ചേസ് പ്രൈസ് മാത്രമാണ് എന്ത്? ആക്ച്വൽ കോസ്റ്റ്. സോ ആ കേസിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു ഡിപ്രീസിയേഷൻ റേറ്റ് എടുത്തിട്ട് ആൻസറിലേക്ക് വരുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. Yes, sir.
depreciation. Zero question on examine depreciation problems. First question. Mr. X, a proprietor engaged in manufacturing business. Furnishes the following particulars: opening WDV, opening balance of plant and machinery as on 1/4/2021, that is WDV as on 31/3/2021 after reducing depreciation for the previous year 2021. So WDV 30 lakhs. New plant and machinery purchased and put to use 8/6/2021 20 lakhs. New plant and machinery acquired and put to use on 1/15/12/2021 8 lakhs. Then computer acquired and installed in the office premise 2/1/2022 3 lakhs. Compute amount of depreciation and additional depreciation. ഇവിടെ ഒരു additional depreciation എന്ന് പറഞ്ഞിരിക്കുന്നു, but നമുക്ക് sometimes questionൽ പറയില്ല additional depreciation എന്ന് questionൽ പറയില്ല. നമ്മൾ എന്തിൽ നിന്ന് മനസ്സിലാക്കണം? തുടങ്ങുമ്പോൾ manufacturing business. So additional depreciation under section 31 subsection 2 clause 2A ആർക്കാണ് കിട്ടുന്നത്? ആർക്കൊക്കെയാണ് കിട്ടുന്നത് additional depreciation? Manufacturer അല്ലെങ്കിൽ generation transmission. So manufacturer. So first the manufacturers എന്ത് കിട്ടും? Additional depreciation eligible ആണ്. So depreciation കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ return down value കണ്ടുപിടിക്കാൻ മാത്രമേ പറയുള്ളൂ. But ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് additional depreciation കൂടെ കണ്ടുപിടിക്കാൻ. But normally examine എന്താണ് ഇങ്ങനെ കണ്ടാൽ ഓർത്തോണം, manufacturer എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം plant and machinery. So manufacturer കണ്ടാൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നമുക്ക് ഓർത്തോണം. ഇതിനകത്ത് ഉണ്ടോ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനെ കുറിച്ച് എന്ത് കൺസിഡർ ചെയ്യണം? നമ്മൾ അഡീഷണൽ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യണം. ക്ലിയർ? Then പ്രശ്നം നോക്കാം. So ഇവിടെ assuming that all the assets were purchased by way of account pay check. So നമ്മൾ 10,000 above payment ആണെങ്കിൽ അക്കൗണ്ട് ബൈ ചെക്ക് അല്ലെങ്കിൽ അക്കൗണ്ട് ബൈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 40A3 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ ആണ്. ബട്ട് ഇവിടെ എന്താണ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്ന ക്യാഷ് ആയിട്ടല്ല. സോ ഒരു ഡിസലവൻസും അട്രാക്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? അക്കൗണ്ട് ബൈ ചെക്കിലൂടെയാണ് അസറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് എമൗണ്ട് ഓഫ് depreciation and additional. So പ്രത്യേകം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു additional depreciation for the assessment year 22-23. Particulars സോ ഇവിടെ നമുക്ക് രണ്ട് ഐറ്റംസ് ആണ് ഉള്ളത്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ജനറൽ സോ രണ്ട് റേറ്റ് അപ്ലൈ. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എത്രയാണ് റേറ്റ് വരുന്നത്? 15% അല്ലേ? പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ കമ്പ്യൂട്ടറിനോ 40% അല്ലേ? സോ നമ്മൾ അതുകൊണ്ട് തന്നെ റേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 15% ഉള്ള കാറ്റഗറി, കമ്പ്യൂട്ടർ 40% ഉള്ള കാറ്റഗറി. ഓക്കെ, സോ നമ്മൾ ഇവിടെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെ? സോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ എന്തെങ്കിൽ എന്താണ് ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻസ് ലെസ് ഡിലീഷൻസ് അങ്ങനെ കഴിഞ്ഞിട്ട് മിച്ചം ഉള്ളതിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പണിംഗ് WDV. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി 1/31 അല്ലെ 1/4/2021 ഓപ്പണിംഗ് WDV എത്രയാണ്? 30 lakhs അല്ലെ? കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഓപ്പണിംഗ് WDV ഉണ്ടോ? ഇല്ല, കമ്പ്യൂട്ടറിന് ഇല്ല. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അഡീഷൻ ഉണ്ടോ? ആഡ് additions during the year.
അഡീഷൻസ് ഉണ്ടോ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക്? എത്ര ഉണ്ട് അഡീഷൻസ്? എത്രയാണ് അഡീഷൻസ്? 20 lakhs, 8 lakhs. 8 lakh അല്ലെ, 28 lakhs അഡീഷൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് എഴുതാന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ ആ ഡിപ്രീഷിയബിൾ വാല്യൂ കണ്ടുപിടിക്കേണ്ടതാണ്. ബട്ട് ആ ഡേറ്റും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് എടുക്കുന്നത്. സോ ഇവിടെ അഡീഷൻസ് കമ്പ്യൂട്ടറിന്റെ കേസിൽ എത്രയാണ് അഡീഷൻസ്? 3 lakhs. സെയിൽസ് അല്ലെങ്കിൽ ഡിലീഷൻസ് ഉണ്ടോ? ഇല്ല. ലെസ് സെയിൽസ് ഒന്നും തന്നെ വരുന്നില്ല. സോ ഡിപ്രീസിയേഷന് കണ്ടുപിടിക്കാനായിട്ടുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ള WDV ഫോർ കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ. സോ എത്രയാണ് ഇവിടെ? 58 lakhs. ഇവിടെ 3 lakhs. 58 lakhs and 3 lakhs. Clear? Yes, sir. Then ഇനി നമ്മൾ എന്താണ് രണ്ട് ടൈപ്പ് ഓഫ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. നോർമൽ ഡിപ്രീസിയേഷൻ. ഓക്കെ, സോ നോർമൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ നോക്കാം. കംപ്ലീറ്റ് 58 lakhsനും 15% കിട്ടുമോ? കംപ്ലീറ്റ് 58 lakhsനും 15% കിട്ടുമോ? ഇല്ല. ഇല്ല. സോ എത്രയിനാണ് നമുക്ക് 15% കംപ്ലീറ്റ് കിട്ടുന്നത്? ഓപ്പണിംഗ് WDV എന്ന് എഴുതിയ 30 ലക്ഷത്തിനും നമുക്ക് എന്ത് കിട്ടും? 15% ഫുൾ ഡിപ്രീസിയേഷൻ കിട്ടും. 8/6/2021 വാങ്ങിച്ചതിനും എത്ര കിട്ടും? 15%. 15%. Then 15/12/2021 കിട്ടുമോ? Put to use less than 180 days അല്ലേ? Put to use less than 180 days അല്ലേ? Yes, sir. Yes, sir. So that means നമുക്ക് നോർമൽ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എത്രയാണ്? 50 lakhsന്റെ അല്ലേ? 50 അല്ലേ 20 അല്ലേ? 50 lakhsന് നമുക്ക് എത്ര കിട്ടും? എൻറ്റയർ 15% എത്ര വരും അത്? $7,50,000 അല്ലേ? സോ കമ്പ്യൂട്ടറിന്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. ദെൻ റിമൈനിങ് 8 lakhs. 8 lakhsന് എത്ര കിട്ടുള്ളൂ? ക്ലിയർ അല്ലേ? പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days. സോ ഞാൻ ഇത് പ്ലാന്റ് ആൻഡ് മെഷീനറി മാത്രമാണ് കമ്പ്യൂട്ടറിനോടനെ ചെയ്യും. സോ 8 lakh ഇൻറ്റു 7.5% എത്ര? 60,000 അല്ലേ? ദെൻ കമ്പ്യൂട്ടർ നമ്മൾ എന്താണ് പുതിയതായിട്ട് അക്വയർ ചെയ്തിട്ടുണ്ട് 3 ലക്ഷത്തിൻ്റെത്. കമ്പ്യൂട്ടർ എന്താണ് അക്വയർ ചെയ്തിരിക്കുന്നത്? 1/2/2020. ദാറ്റ് മീൻസ് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days. പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days. പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days. സോ എത്ര കിട്ടുള്ളൂ കമ്പ്യൂട്ടറിന്? 3 ലക്ഷത്തിന്റെ എത്ര ശതമാനം കിട്ടുള്ളൂ? ആക്ച്വൽ 40% 20 കിട്ടുള്ളൂ. 3 ലക്ഷം ഇൻറ്റു 20%. അത് എത്ര വരും? 60,000. ഓക്കെ, സോ നോർമൽ ഡിപ്രീസിയേഷൻ ആയിട്ട് എത്രയൊക്കെ കിട്ടി? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നോർമൽ ഡിപ്രീസിയേഷൻ എത്ര ഉണ്ട്? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നോർമൽ ഡിപ്രീസിയേഷൻ 8,10,000. 8,10,000. കമ്പ്യൂട്ടറിനോ 60,000. ഓക്കെ, ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം? അഡീഷണൽ ഡിപ്രീസിയേഷൻ. അഡീഷണൽ ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A. സോ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്ന എൻറ്റിറ്റി ആണല്ലോ അല്ലെ? മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണ്. സോ മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആണെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്തിനേ കിട്ടുള്ളൂ? ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ്ഡ് അല്ലെ? സോ ഇവിടെ എന്താണ് ഓപ്പണിംഗ് WDV കിട്ടുമോ അഡീഷണൽ ഡിപ്രീസിയേഷൻ? ഈ 30 lakhsന് കിട്ടുമോ അഡീഷണൽ ഡിപ്രീസിയേഷൻ? ഇല്ല. സോ ഇത് രണ്ടും എന്താണ്? ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി അറിയാം. ഇത് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇത് ന്യൂ പ്ലാന്റ്.
സോ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്ന ഒരു ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വയർ ചെയ്തു ആൻഡ് പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ എത്ര കിട്ടുള്ളൂ? അഡീഷണൽ ഡിപ്രീസിയേഷന്റെ പകുതി. ദെൻ ഒരു കാര്യം കൂടി എഴുതണം, റിമൈനിങ് 50% എപ്പോ കിട്ടും? നെക്സ്റ്റ് ഇയറിൽ. നെക്സ്റ്റ് ഇയറിൽ കിട്ടുമെന്ന് കൂടെ നമ്മൾ നോട്ടായിട്ട് എഴുതണം. ശ്രദ്ധിക്കാം. അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ആണ്. നമുക്ക് 20 lakhs 20 lakhsന്റെ 20%, then 8 lakhsന്റെ എത്രയാണ്? 10%. So 4 lakhs, then 80,000. So എത്ര കിട്ടും? 4,80,000 അല്ലേ? ദെൻ കമ്പ്യൂട്ടറിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഉണ്ടോ? ഇല്ല. കാര്യം എന്താണ്? കമ്പ്യൂട്ടർ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഓഫീസ് പ്രിമൈസിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണോ? റീസൺ ആണ് അറിയേണ്ടത്. സോ കമ്പ്യൂട്ടറും എല്ലാം നമ്മൾ എന്തിന്റെ അണ്ടറിലാണ് നമ്മൾ ഈ റേറ്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്തത്? സോ ജനറൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ദെൻ ഷിപ്പ് എല്ലാം തന്നെ നമ്മൾ എന്തിന്റെ അണ്ടറിലാണ് ഡിസ്കസ് ചെയ്തത്? പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ സംടൈംസ് കമ്പ്യൂട്ടർ വേണ്ടി വരാം. സോ ഏതെങ്കിലും പർട്ടിക്കുലർ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഫാക്ടറി പ്രിമൈസിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെങ്കിൽ അത് എന്തായിട്ട് തന്നെ കൂട്ടും? പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ അവിടെയായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിരുന്നെങ്കിൽ കമ്പ്യൂട്ടർ ഓൾസോ മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആൻഡ് എലിജിബിൾ ഫോർ അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഓക്കെ, ബട്ട് ഗിവൺ കേസിൽ കമ്പ്യൂട്ടർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? ഓഫീസ് പ്രിമൈസ്. സോ ഓഫീസ് പ്രിമൈസിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമോ? സോ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി എവിടെ ഇൻസ്റ്റാൾ? ഓഫീസ് പ്രിമൈസിലോ ഗസ്റ്റ് ഹൗസിലോ ഇൻസ്റ്റാൾ ചെയ്ത് ആകരുത്. സെക്കൻഡ് ഹാൻഡ് മെഷീനറി പ്ലാന്റ് ആൻഡ് മെഷീനറി ആകരുത്. ദെൻ 100% കോസ്റ്റ് ഒരു വർഷം കൊണ്ട് തന്നെ എഴുതി കളയുന്ന രീതിയിലുള്ള അസറ്റ് ആകരുത്. അങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ. സോ ഈ കമ്പ്യൂട്ടറിന് കിട്ടുമോ? കമ്പ്യൂട്ടറിന് കിട്ടേണ്ടതായിരുന്നു, ബട്ട് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? ഓഫീസ് പ്രിമൈസിൽ. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടത്തില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. ക്ലിയർ അല്ലേ? സോ വർക്ക് നോട്ടായിട്ട് എഴുതണം കേട്ടോ എക്സാമിന്. സോ ഇവിടെ എന്താണ്? അഡീഷണൽ ഡിപ്രീസിയേഷൻ ഒന്നും തന്നെ ഇല്ല. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇല്ല. സോ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര കിട്ടും? 12 12,90,000 ആണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ. കറസ്പോണ്ടിങ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 60,000 ആണ് കറസ്പോണ്ടിങ് ടു കമ്പ്യൂട്ടർ. സോ എന്തുകൂടെ എഴുതണം? എന്ത് നോട്ടായിട്ട് എഴുതണം? ശ്രദ്ധിച്ചോണം. ബാലൻസ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഓഫ് 80,000 would be allowed as deduction in the assessment year. ചാർട്ട് എഴുതുക വർക്കിംഗ് നോട്ടില് ബാലൻസ്. സോ മസ്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. സോ ഇവിടെ നമ്മൾ എത്ര ക്ലെയിം ചെയ്തിട്ടുള്ളൂ? അഡീഷണൽ ഡിപ്രീസിയേഷൻ 1 ടൈം ആണ് കിട്ടുന്നെങ്കിലും പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ ഇത്തവണ പകുതി കിട്ടും. ബാക്കി പകുതി എത്ര കിട്ടും? ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് അസസ്മെന്റ് ഇയറിൽ കിട്ടും. ബാലൻസ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ദാറ്റ് ഈസ് 50%. എമൗണ്ട് എത്രയാണ്? എമൗണ്ട് ₹80,000. സോ ഇത്തവണ 80 കിട്ടി, റിമൈനിങ് 80 അടുത്ത തവണ 80,000 would be allowed as deduction. In the assessment year 23-24. 23-24. Clear? Yes, sir. Okay. So ഇതെല്ലാം നമുക്ക് നമ്മൾ ഓരോന്നും എഴുതുന്നതെല്ലാം വർക്കിംഗ് നോട്ടായിട്ട് കാണിക്കുക. ഇത് 50% കിട്ടുന്നത് എന്തുകൊണ്ടാണ്? പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ്. ദെൻ ഈ നോട്ട് മസ്റ്റായിട്ട് എഴുതുക. ബാലൻസ് കിട്ടുന്നത് അടുത്ത വർഷം കിട്ടും എന്നുകൂടെ, ബിക്കോസ് അതൊരു മേജർ കാര്യമാണ്. ബിക്കോസ് അടുത്ത വർഷം നമുക്ക് സംടൈംസ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കയറി വരുന്ന പ്രോബ്ലം ഉണ്ട്.
ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ സോ ഈ കഴിഞ്ഞ വർഷം പകുതി അഡീഷണൽ ഡിപ്രീസിയേഷനെ കിട്ടിയുള്ളൂ. ദാറ്റ് മീൻസ് ഈ വർഷത്തെ നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്തുകൂടെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് 32 സബ്സ്റ്റിറ്റ്യൂഷൻ 1 ക്ലോസ് 2 പ്രകാരം എന്തുകൂടെ ഡിഡക്റ്റ് ചെയ്യണം? കഴിഞ്ഞ വർഷം കുറച്ച അഡീഷണൽ ഡിപ്രീസിയേഷന്റെ 50% റിമൈനിങ് 50% നമ്മുടെ തൊട്ട് അടുത്ത അസസ്മെന്റ് ഇയറിൽ അലൗഡ് ആസ് ഡിഡക്ഷൻ. കിട്ടിയ ആൻസർ ക്ലിയർ ആണല്ലോ അല്ലേ? Yes, sir. 12,90,000 then 60. 12,90,000 then 60. Then next question. A car purchased by Dr. XS on 10/8/2018 for rupees 2,25,000 for personal use and is brought into professional use. So personal purpose brought into professional use on 1/7/2021 by him when its market value was rupees 2,50,000. Compute actual cost of the car and the amount of depreciation for the assessment year 22-23, assuming that the rate of depreciation to be 15%. Question ഒന്ന് വായിക്കാം. ഒന്ന് ശ്രദ്ധിക്കാം. സോ 2018 കാർ പർച്ചേസ് ചെയ്തു. സോ ആ വർഷം കാർ പേഴ്സണൽ പർപ്പസിനായിരുന്നു യൂസ് ചെയ്യുന്നത്. 1/7/2021 എങ്ങോട്ട് കൊണ്ടുവന്നു? പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ സോ ഇവിടെ 1-2 കാര്യങ്ങളാണ് അറിയേണ്ടത്. പ്രൊഫഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 10/8/2018 മുതലുള്ള ഡിപ്രീസിയേഷൻ, നോഷണൽ ഡിപ്രീസിയേഷൻ എടുക്കുവോ, അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് എടുക്കോ, അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള 2,50,000 എടുക്കോ ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ. ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഡിപ്രീസിയേഷൻ ഏതെടുക്കും? ഏതായിരിക്കും എടുക്കുക? ഈ 5,25,000 ആണോ, അല്ലെങ്കിൽ 10/8/2019 വരെ 15% കുറച്ചിട്ട് ദെൻ 10/8/2020 വീണ്ടും 15 കുറച്ചിട്ട് 10/8, സോ 3-ാമത്തെ വർഷമായിട്ടില്ല 2 തവണ 15% നോഷണൽ ആയിട്ട് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് വരുന്ന റിട്ടേൺ ഓൺ വാല്യൂവിന്റെ പുറത്താണോ ഡിപ്രീസിയേഷൻ എടുക്കുക, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ആക്ച്വൽ കോസ്റ്റ് ആയിട്ടുള്ള 5,25,000 പുറത്താണോ, അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആയിട്ടുള്ള 2,50,000 പുറത്താണോ? ഇതിന് പുറത്തായിരിക്കും. ശ്രുതി? ശ്രുതി പറഞ്ഞ 5,25,000 ഗൗരി. റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഏത് കുറവ്? ഏതാണ് കുറവ്? റിട്ടേൺ ഡൗൺ. ഇത് ക്യാപിറ്റൽ ഗെയിൻ അല്ല. അതായത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം. സോ ഒന്ന് നോട്ട് ചെയ്യാം, ഈ ഒരു നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട്. ആസ് പെർ explanation 5 to section 43 subsection 1 provides a reduction of notional depreciation from the date of acquisition of asset for personal purpose to determine actual cost of asset if asset is applicable only in case of
only in case of building. Very important, underline the word building. Building, which is initially acquired for personal use. And later bought into professional. Professional use. Business or professional use. That is the notional depreciation. Notional depreciation is not applicable for other assets. So that means endana building. So that means personal purpose ni use ചെയ്യുന്ന building professional അല്ലെങ്കിൽ business purpose കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ പീരീഡിലെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ. സോ ഗൗരി തന്നെ പറയാം. സോ നോർമൽ കേസിലെല്ലാം നമ്മൾ എന്തിന്റെ പുറത്താണ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അല്ലേ? സോ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞതിൽ 43 പോയാൽ നമ്മൾ ഈ പറഞ്ഞ കേസിന് എന്തെങ്കിലും ആക്ച്വൽ കോസ്റ്റിനകത്ത് എന്താണ് പർച്ചേസ് പ്രൈസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന ദിവസത്തെ മാർക്കറ്റ് പ്രൈസ് എന്നല്ല പറയുന്നത്. ആണോ? മാർക്കറ്റ് വാല്യൂ ആണെന്നാണോ പറയുന്നത്? സോ നിങ്ങൾക്ക് അസറ്റ് വാങ്ങിച്ച് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ബിൽഡിംഗ് അല്ലാതെ വേറെ എന്താണെങ്കിലും നിങ്ങൾ നേരത്തെ മേടിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുതിയത് പർച്ചേസ് ചെയ്തോ, കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് എടുത്തോ. ബട്ട് നിങ്ങൾ എന്താണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ അത് കമ്പ്യൂട്ടർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ എന്താണ്, ആക്ച്വലി നിങ്ങൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ് എന്ത് ബിൽഡിംഗ് നിങ്ങൾ ഓൺ പർപ്പസിന് യൂസ് ചെയ്ത് പിന്നീട് ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊണ്ടുവന്നാൽ ഓക്കെ. പക്ഷെ വേറെ ഏത് അസറ്റ് അങ്ങനെ ഉണ്ടെന്നാൽ നിങ്ങൾക്ക് എന്താണ് ആ പീരീഡിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തിന്റെ പുറത്ത് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചോ? ആക്ച്വൽ കോസ്റ്റിന്റെ പുറത്ത്, അല്ലാതെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അന്നത്തെ വിലയുടെ പുറത്തോ അല്ല, ആക്ച്വൽ കോസ്റ്റിന്റെ പുറത്ത് നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചോ? ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചോ. ഓക്കെ അല്ലേ? ബിൽഡിംഗ് ആണെങ്കിൽ ആ പറയുന്ന റേറ്റ് തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ ആ റേറ്റിൽ കുറച്ചേക്കണം. ആ പീരീഡിലെ റേറ്റ് വെച്ചിട്ട് കുറച്ചോണം. ആ WDV എടുത്താൽ മതി ബിൽഡിംഗ് ആണെങ്കിൽ. ബാക്കി ഒരു കേസിലും എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള ഡിഡക്ഷൻ കിട്ടില്ല. ഡിഡക്ഷൻ എടുക്കില്ല. നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് ആണ്. ആക്ച്വൽ കോസ്റ്റ് കൂടുന്നു, ഡിപ്രീസിയേഷൻ കൂടും. സോ 43(1) ആക്ച്വൽ കോസ്റ്റ് മീൻസ് എന്താണ്? കോസ്റ്റ് മീൻസ് ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് ആണ് എടുക്കുന്നത്. therefore purchase price of rupees 5,25,000 will be taken as actual cost under section 43 subsection 1. Therefore depreciation under section 32 is equal to 5,25,000 into 15%. 5,25,000 into 15%. 78,750. 78,750. ഓക്കെ അല്ലേ? ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ആ പീരീഡിലെ ഇൻട്രസ്റ്റ് കുറച്ച് നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ നോഷണൽ ഡിപ്രീസിയേഷൻ, ആക്ച്വലി ബിസിനസ് പർപ്പസിനല്ല യൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് കുറയ്ക്കാം? നോഷണൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് കുറയ്ക്കാം.
Okay. A newly qualified chartered accountant, Mr. D, commenced to practice and he has acquired the following assets in his office during the financial year 21-22. At the cost shown against each item, calculate the amount of depreciation that can be claimed from his professional income for the assessment year 22-23, assuming that all the assets were purchased by way of account by check. So ഇവിടെ enhanced depreciation അല്ലെങ്കിൽ additional depreciation കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? സോ എന്തല്ല, മാനുഫാക്ചറിംഗ് എൻറ്റിറ്റിയോ ബിസിനസ് പവർ ജനറേഷൻ എൻറ്റിറ്റിയോ അല്ല. സോ എന്താണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് ആയി, ന്യൂലി ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പ്രാക്ടീസ് തുടങ്ങി, ദാറ്റ് മീൻസ് പ്രൊഫഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. കമ്പ്യൂട്ടേഷൻ ഓഫ് depreciation for the assessment year 22-23. For the assessment year 22-23. So ഇവിടെ നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ UPS, കമ്പ്യൂട്ടർ പ്രിന്റർ, ബുക്സ് അതർ ദാൻ ആനുവൽ പബ്ലിക്കേഷൻസ്, ബുക്സ് തന്നിരിക്കുന്നു. ദെൻ ഓഫീസ് ഫർണിച്ചർ, ലാപ്ടോപ്പ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടർ UPS കമ്പ്യൂട്ടർ, സോ 1, 2, 3, 6 ഇതിന്റെയൊക്കെ റേറ്റ് എത്രയാണ്? 40% അല്ലെ. സോ UPS കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ്സ് പെരിഫറൽസ് എന്ന രീതിയിലാണ് പറയുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആൻഡ് ഇറ്റ്സ് പെരിഫറൽസ് എല്ലാം തന്നെ എന്താണ്. സോ ഇൻക്ലൂഡിംഗ് സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ, ബിക്കോസ് കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ വേണ്ട ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്തായിട്ട് നമ്മൾ പറയത്തുള്ളൂ, കമ്പ്യൂട്ടർ. ദെൻ ബുക്സിന് എത്രയാണ്? എല്ലാ ടൈപ്പ് ബുക്സിനും എത്രയാണ്? 40%. ഓക്കെ. സോ ബട്ട് അതൊരു ഡിഫറെന്റ് കാറ്റഗറി, നമ്മൾ കമ്പ്യൂട്ടറിൽ പെടുത്തുന്നില്ല. 40%. ദെൻ ഫർണിച്ചർ 10%. സോ ഇത്രയുള്ള നമ്മൾ റേറ്റ് അറിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. പർട്ടിക്കുലേഴ്സ്. സോ ഡിപ്രീസിയേഷൻ ഉറപ്പായിട്ടും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട് റുപ്പീസ്. ഓക്കെ. സോ ഒരു ഫസ്റ്റ് നമ്മൾ ഫർണിച്ചർ 10%. Okay, so block 10% block. എത്രയാണ് ഫർണിച്ചർ? ഓഫീസ് ഫർണിച്ചർ അക്വസിഷൻ ഡേറ്റ് 1st April 2021, പുട്ട് ടു യൂസ് ഡേറ്റ് 1st April 2021. ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ അക്വസിഷൻ ഡേറ്റും പുട്ട് ടു യൂസ് ഡേറ്റും തന്നിട്ടുണ്ട്, അത് ഡിഫറെന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ അക്വയർ ചെയ്താൽ മാത്രം മതിയോ? ഓണർഷിപ്പിലുണ്ട് അക്വയർ ചെയ്യുക മീൻസ് ഓണർഷിപ്പ് മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി പുട്ട് ടു യൂസ് ഫോർ ദ ഒരു ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ പുട്ട് ടു യൂസ് ആയിരിക്കണം. സോ അതിനൊരു എക്സെപ്ഷൻ കാറ്റഗറി എന്തേ ഉള്ളൂ, സ്റ്റാൻഡ് ബൈ മെഷീനറി, പാസീവ് യൂസ്. സോ ബാക്കി എല്ലാ കേസിലും എടുത്തു പറയുന്ന ഒരു പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാൻഡേറ്ററി പോയിന്റ് ആണ്, എന്താണ്, ഇറ്റ് ഷുഡ് ബി പുട്ട് ടു യൂസ്. സോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ നമ്മൾ സേഫ് ആണ്. 1/4/2021 ഫസ്റ്റ് ഡേയിൽ അക്വയർ ചെയ്തു, അന്ന് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ഫർണിച്ചറിന്റെ കേസിൽ എത്ര വരും? 3 lakh into 10% വരും 30,000. Okay. So then അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ അതിൽ തന്നെ എന്താണ്, എല്ലാം 40% വരുന്നുണ്ടാണ്, നമ്മൾ സേഫ് ആണ്. കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് സോഫ്റ്റ്വെയർ 27th September 2021 ആണ്, 1st October 2021 ആണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഫസ്റ്റ് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്രയാണ്? 180 ഡേയ്സിൽ കൂടുതലാണോ കുറവാണോ? യൂസ് ലെസ് ദാൻ 180 ഡേ അല്ലെ? പുട്ട് യൂസ് ലെസ് ദാൻ 180 ആണോ അല്ലെങ്കിൽ 180 ഓർ മോർ ആണോ?
So more than 180 days ആണ്. First computer including computer software. So അതിന്റെ പുറത്ത് എത്ര കിട്ടും? 35,000 into 40%. 35,000 into 40%. വരും 14,000 അല്ലേ? 14,000. Then UPS computer printer. 2nd October, 8th October UPS. So 8th October ആകുമ്പോഴത്തേക്കും put to use less than 180 ആകുമോ? Less than 180. Less than അല്ലേ? So less than 180 days use. So that means എത്രയേ കിട്ടുള്ളൂ? ആക്ച്വലി കിട്ടേണ്ടിയിരുന്ന റേറ്റിന്റെ പകുതിയെ കിട്ടുള്ളൂ. സോ UPS എത്ര? 8,500 into 20%. 8,500 into 20%. വരും 1,700. 1,700. 1,700. അടുത്ത എത്രയാണ്? എന്താണ്? കമ്പ്യൂട്ടർ പ്രിന്റർ 1st October. സോ 1st October ആകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? കംപ്ലീറ്റ് അല്ലെ? മോർ ദാൻ 180 ഡേയ്സ് ആണ്. 12,500 into 40%. 12,500 into 40% എത്ര വരും? 5,000. പിന്നെ എന്താണുള്ളത്? ലാപ്ടോപ്പ് 8th October ആണ്. ദാറ്റ് മീൻസ് പകുതി കിട്ടുള്ളൂ. ലാപ്ടോപ്പ് 43,000 into 20%. 8,600. Then last one, books. ഉണ്ടോ? ആനുവൽ പബ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാത്തിനും എത്രയാണ്? ഏത് ടൈപ്പ് ഓഫ് ബുക്ക് ആണെങ്കിലും എത്ര ശതമാനമാണ്? 40% ആണ്. 13,000 into 40%. 13,000 into 40%. 13,000. 5,200. ടോട്ടൽ ഈ ബ്ലോക്കിന്റെ 34,500. സോ ടോട്ടൽ ഡിപ്രീസിയേഷൻ വന്നാൽ ഈ 30,000 34,500 കൂടെ ചേർത്ത് നമുക്ക് 64,500 ടോട്ടൽ ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ് ഡിപ്രീസിയേഷന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. Sirji, a proprietor started a business of manufacture of tires. So ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു വേർഡിൽ നിന്ന് എന്താ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ എന്തിനെ കുറിച്ച് അവെയർ ആയിരിക്കണം? മാനുഫാക്ചർ ഓഫ് ടയർസ്. ദാറ്റ് മീൻസ് ദാറ്റ് എൻറ്റിറ്റി ഈസ് എലിജിബിൾ ഫോർ ഡാഷ് Additional depreciation. And tubes for motor vehicles on 1/1/2021. The manufacturing unit was set up on 1/5/2021. He commenced his manufacturing operations on 1/6/2021. The total cost of plant and machinery installed in the unit is 120 crores. The said plant and machinery includes second-hand plant and machinery bought for ₹20 crores and new plant and machinery for scientific research relating to business associate acquired cost of 15 crores. ഒരു പോയിന്റ് ഇവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. സയന്റിഫിക് റിസർച്ച് നമുക്ക് ഇവിടെ അത് ഡിസ്കസ് ചെയ്യാം. ദെൻ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സയന്റിഫിക് റിസർച്ച് സെക്ഷൻ 35 ആണ്. ദെൻ കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അലോവബിൾ അണ്ടർ സെക്ഷൻ 32 of the Income Tax Act 1961 in respect of assessment year 22-23. ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ദെൻ നമ്മൾ normally depreciation മാത്രമാണ് computation of depreciation for the assessment year 22-23.
particulars amount rupees. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 1/5 commences manufacturing operations on 1/6/2021. The total cost of plant and machinery installed in the unit is 120 crores. The said plant and machinery includes second-hand plant and machinery bought for rupees 20 crores and new plant and machinery for scientific research relating to business associated acquired at a cost of rupees 15 crores. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. Working note at it. So total cost of plant and machinery. എത്ര രൂപയ്ക്കാണ് plant and machinery വാങ്ങിച്ചിരിക്കുന്നത്? എത്ര ക്രോഡ്സിനാണ്? എത്ര ക്രോഡ്സ് ആണ്? 120 crores. അല്ലേ? ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. 120 crores. So ഈ 120 crores-ല് 20 crores എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്? സെക്കൻഡ് ഹാൻഡ് മെഷീനറി അല്ലേ? Then 15 crores എന്താണ്? ഫോർ സയന്റിഫിക് compute new plant and machinery for scientific research relating to business. Scientific research relating to business. എത്രയാണ്? 15 crores. So remaining assets അല്ലെങ്കിൽ remaining plant and machinery എത്ര crores ഉണ്ട്? എത്ര crores ഉണ്ട്? 85 crores അല്ലേ? So 120 crores നിന്ന് 35 കുറച്ചാൽ 85 crores. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടാത്തത് എന്തൊക്കെയാണ്? സെക്കൻഡ് ഹാൻഡ് മെഷീനറിക്ക് കിട്ടുമോ? ഇല്ല. Then scientific research asset നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 35-ലാണ്. സെക്ഷൻ 35 പ്രകാരം നമുക്ക് ഇതിന് 100% ഡിഡക്ഷൻ ആയിട്ട് അലൗഡ് ആണ്. സോ അതിനകത്ത് സബ്സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. സോ ഇവിടെ 100% ഡിഡക്ഷൻ അലൗഡ് ആണ്. സോ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്തിനാ കിട്ടത്തില്ല? സെക്കൻഡ് ഹാൻഡ് മെഷീനറി കിട്ടത്തില്ല. ദെൻ 100% ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്ന അസറ്റിന് കിട്ടത്തില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മുടെ നോർമൽ ഡിപ്രീസിയേഷൻ ഓൾസോ. സോ സയന്റിഫിക് റിസർച്ച്, അതായത് എന്റെ കയ്യിൽ നിന്ന് 15 crores ചിലവായി, എൻറ്റയർ 15 crores ഞാൻ എവിടെ കാണിക്കും അലൗഡ് ആസ് ഡിഡക്ഷൻ? എൻറ്റയർ 15 crores വിൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ. ഏത് സെക്ഷൻ പ്രകാരം? 35 പ്രകാരം ഞാൻ എന്റെ ബിസിനസിന്റെ ഇൻകം അല്ലെങ്കിൽ എന്റെ പ്രൊഫഷന്റെ ഒരു ബിസിനസിന്റെ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? സെക്ഷൻ 35 പ്രകാരം എൻറ്റയർ 15 crores ഞാൻ കുറയ്ക്കും. ദെൻ എപ്പോഴും നമുക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അസറ്റിന്റെ വാല്യൂ ബ്ലോക്കിലുണ്ടെങ്കിൽ. ഇപ്പൊ ബ്ലോക്കിലുണ്ടോ? എൻറ്റയർ ശരിക്കും എന്താണ്? അസറ്റിന്റെ ആ എൻറ്റയർ 15 crores ഞാൻ എങ്ങനെ കുറച്ചു? സെക്ഷൻ 35-ൽ കുറച്ചു. ദാറ്റ് മീൻസ് എന്തും കിട്ടില്ല ഈ 15 crores അഗേൻസ്റ്റ് ആയിട്ട്. നോർമൽ ഡിപ്രീസിയേഷനും കിട്ടില്ല. ക്ലിയർ ആണോ? ബിക്കോസ് ഓൾറെഡി 100% സെക്ഷൻ 30 നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സെക്ഷൻ 35 പ്രകാരം സയന്റിഫിക് റിസർച്ചിന് ഉള്ള ക്യാപിറ്റൽ അസറ്റ് എന്താണ്? കംപ്ലീറ്റ്ലി അലൗഡ് ആസ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ്? ആ വർഷം തന്നെ എന്താണ്? മുഴുവൻ 100% എന്തായിട്ട് കണക്കാക്കാം? എന്തായിട്ട് എഴുതി കളയും? 35 പ്രകാരം ഡിഡക്ഷൻ ആയിട്ട് എഴുതി കളയും. ദാറ്റ് മീൻസ് എന്താണ്? ആക്ച്വലി എനിക്ക് ചെലവായത് മുഴുവൻ. സോ എനിക്ക് 100 രൂപ ചെലവായാൽ 120 രൂപ ഡിഡക്ഷൻ ആയിട്ട് തരാൻ പറ്റുമോ? ഓൾറെഡി 100% എന്താണ്? സെക്ഷൻ 35 കുറച്ച് കിട്ടി. സോ പിന്നെന്താണ്? 15% എക്സ്ട്രാ. പിന്നെ ഓൾറെഡി എനിക്ക് ചെലവായത് മുഴുവൻ ഡിഡക്ഷൻ ആയിട്ട് ഈ സെക്ഷൻ ഉള്ളതുകൊണ്ട് കിട്ടി. പിന്നെ എനിക്ക് 15% ഓരോ വർഷം ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ പറഞ്ഞ ഫിഗർ എന്താണ്? ഡബിൾ ബെനിഫിറ്റ് കിട്ടും. തരുമോ? ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് ഈ പറയുന്ന 15 സെക്കൻഡ് ഹാൻഡ് മെഷീനറിക്ക് എന്ത് കിട്ടും? നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടും. ബട്ട് ഈ 15 crores ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആസ് പെർ സെക്ഷൻ 35 സയന്റിഫിക് റിസർച്ച് പർപ്പസിന് യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അതിന് എന്തും കിട്ടില്ല? നോർമൽ ഡിപ്രീസിയേഷനും കിട്ടില്ല. ഓക്കെ അല്ലേ? ആൻസറിലേക്ക് വരാം.
Actual cost of plant and machinery 1,20,000 rupees in crores. 1,20,000. Okay. So ഇതിനകത്ത് നമ്മൾ ഇന്ന് നോക്കാണ് നോർമൽ ഡിപ്രീസിയേഷൻ. സോ നോർമൽ ഡിപ്രീസിയേഷൻ എന്തിന്റെ പുറത്ത് മാത്രമാണ് കിട്ടുന്നത്? ഇവിടെ നോക്കാം. 85 നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടുമോ? 85 crores. കിട്ടത്തില്ലേ? ടോട്ടൽ 120 crores ഉണ്ട്. അതിൽ നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടാത്ത ഏതിന് മാത്രമാണ്? 15 crores. So that means ഈ 85 കിട്ടും, 20 കിട്ടും. That means 120 നിന്ന് 15 കുറച്ചിട്ട് 105 നോർമൽ ഡിപ്രീസിയേഷൻ കിട്ടില്ലേ? നോർമൽ ഡിപ്രീസിയേഷൻ 105 crores into എത്ര പെർസെന്റ് ആണ്? 15%. 15% വരും 15.75 crores അല്ലേ? Yes, sir. Then additional depreciation. Additional depreciation eligible ആണല്ലോ ഈ SSC because manufacturing entity ആണ്. So additional depreciation എന്തിന്റെ പുറത്ത് മാത്രമേ കിട്ടുള്ളൂ? ഈ 20 കിട്ടില്ല because second hand machinery. ഈ 15 കിട്ടില്ല because 100% deduction 35 പ്രകാരം ഒരു വർഷം ആ വർഷം തന്നെ എഴുതി കളയുന്നതുകൊണ്ട് കിട്ടില്ല. So എന്തിന് മാത്രമേ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുള്ളൂ? 85 crores. 85 അല്ലേ? സോ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്തിന് മാത്രമേ കിട്ടുള്ളൂ? 85 crores. സോ 85 crores ഇൻറ്റു അഡീഷണൽ ഡിപ്രീസിയേഷൻ എത്ര ശതമാനമാണ്? 20%. സോ 85 ഇൻറ്റു 20% എത്രയാണ്? 17 crores. നോർമൽ ഡിപ്രീസിയേഷൻ 15.75 ആൻഡ് അഡീഷണൽ ഡിപ്രീസിയേഷൻ 17 crores. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡിപ്രീസിയേഷൻ 32.75 crores ആയിരിക്കും ടോട്ടൽ ഡിപ്രീസിയേഷൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ എൻറ്റിറ്റി ഫോർ ദ അസസ്മെന്റ് ഇയർ 22-23. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? സയന്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 35 ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു നെക്സ്റ്റ് ഹെഡ് ആയിട്ട് കൊടുക്കാം. ആക്ച്വൽ കോസ്റ്റ്. under section 43 subsection 1 in special cases particulars, then actual cost. So ഈ സ്പെഷ്യൽ കേസിൽ 43 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ആക്ച്വൽ കോസ്റ്റ്. ഫസ്റ്റ് വൺ നമ്മൾ asset previously used for scientific research. So scientific research in previously used in asset bought into regular business. So regular business like kondu. So scientific assets, scientific research in use in asset നമുക്ക് എന്താണ് ഓൾറെഡി ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. സെക്ഷൻ 35 പറയാൻ. സോ അതിന്റെ നമ്മൾ ഓരോ സെക്ഷനും സബ്സെക്ഷനും ഉൾപ്പെടെ സെക്ഷൻ 35 നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ പ്രീവിയസ്ലി യൂസ് ചെയ്ത അസറ്റിന്റെ നമുക്ക് എന്ത് കിട്ടും? സയന്റിഫിക് റിസർച്ച് യൂസ് ചെയ്യുന്ന 35 പ്രകാരം എന്താണ്? ഫുള്ളി 100% ഡിഡക്ഷൻ കിട്ടുന്നതാണ്. പിന്നീട് അത് ബിസിനസിന്റെ അസറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ കോസ്റ്റ് എത്രയായിട്ട് എടുക്കാം? സോ 1 ലക്ഷം രൂപയ്ക്ക് ഒരു സയന്റിഫിക് റിസർച്ചിന് അസറ്റ് മേടിച്ചു, അവിടെ യൂസ് ചെയ്തു. സോ ആ വർഷം തന്നെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ബിസിനസിന്റെ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് എന്താണ് 1 ലക്ഷം രൂപ അവിടെ എഴുതി കളഞ്ഞു. ദെൻ പിന്നീട് എന്താണ് സയന്റിഫിക് റിസർച്ച് കഴിയുമ്പോഴത്തേക്കും ആ അസറ്റ് നോർമൽ ബിസിനസ്സിലേക്ക്, റെഗുലർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റ് 1 lakh എടുക്കാൻ പറ്റുമോ?
അതോ നില്ലായിരിക്കോ എടുക്കുന്നത്? ആക്ച്വൽ കോസ്റ്റ് എന്തായിരിക്കും എടുക്കുന്നത്? കേട്ടില്ല? നില്ലായിരിക്കും. ബിക്കോസ് ഓൾറെഡി എന്താണ് ആക്ച്വൽ കോസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ അവിടെ 100% ആ സയന്റിഫിക് റിസർച്ച് നടത്തിക്കൊണ്ടിരുന്ന ആ വർഷം തന്നെ എഴുതി കളഞ്ഞു. ദെൻ പിന്നീട് കൊണ്ടുവന്നാൽ 1 lakh എടുത്താൽ എന്താണ് ഡബിൾ ബെനിഫിറ്റ് ആണ് അസസിക്ക് കൊടുക്കില്ല. സോ കൊണ്ട് സയന്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്യുന്ന അസറ്റ് പിന്നീട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ആക്ച്വൽ കോസ്റ്റ് വിൽ ബി ടേക്കൺ ആസ് നിൽ ബിക്കോസ് ഡിഡക്ഷൻ, കംപ്ലീറ്റ് ഡിഡക്ഷൻ, ഫുൾ ഡിഡക്ഷൻ under section 35 already claimed. So deduction under section 35 already claimed. Okay, clearly എന്തുകൊണ്ടാണ് അത് നില്ലെടുത്തേണ്ടത്? സ്പെഷ്യൽ ആക്ച്വലി കോസ്റ്റ് ഉണ്ടായെങ്കിലും സയന്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്തിട്ട് പിന്നീട് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ സ്പെഷ്യൽ കേസ് ആണ്. ബിക്കോസ് നേരത്തെ ഓൾറെഡി 100% ഡിഡക്ഷൻ മേടിച്ചത് കൊണ്ട് ഇനി എന്താണ്, ഇനി ഡിഡക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് കോസ്റ്റ് എങ്ങനെ എടുത്താൽ മതി? ബിക്കോസ് അങ്ങനെ ഒരു അസറ്റ് നില്ലായിട്ട്, അപ്പൊ ചോദിക്കും എന്തിനാണ് ഈ നില്ലായിട്ട് കാണിച്ച് കഷ്ടപ്പെടുന്നത്? സോ ഉണ്ടോ അക്വയർ ഇൻപുട്ട് അക്വയർ ചെയ്താൽ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് അക്വയർ ബുട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം? ഫിസിക്കലി എന്തിലുണ്ടാവും? അസറ്റ് ഏതിനകത്തുണ്ടാവും? ടോട്ടൽ അസറ്റ്സിനകത്തുണ്ടാകും. ബട്ട് കോസ്റ്റ് വൈസ് എന്തായിരിക്കും? നില്ലായിരിക്കും. ക്ലിയർ അല്ലേ? Then stock converted into capital asset and used for business or profession. So stock ആയിരുന്നു. ദാറ്റ് മീൻസ് എന്തായിരുന്നു? നമ്മുടെ സെയിലിനായിട്ട് വെച്ചിരുന്നതാണ്. സ്റ്റോക്ക് വിറ്റാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? PGP ഇൻകം വരുന്നത്. സോ ആ സ്റ്റോക്ക് ആയിട്ട് ഇനി വിൽക്കാൻ ഉദ്ദേശിച്ചില്ല. ആ സ്റ്റോക്ക് എങ്ങോട്ട് മാറ്റി? കൺവേർട്ടഡ് ഇൻറ്റു ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറ്റിയാൽ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിട്ടെടുക്കും? FMV as on date of conversion. FMV as on the date of conversion. So capital gain നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പോയിന്റ്. സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് ഇൻറ്റു സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ അവിടെ നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്റ്റോക്ക് കൺവേർട്ടഡ് ടു ക്യാപിറ്റൽ ആണെങ്കിൽ FMV as on the date of conversion ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ആക്ച്വൽ കോസ്റ്റ്. Then assets acquired by way of gift or will or inheritance. Assets acquired by way of gift or will or inheritance. ഈ കേസില് ആക്ച്വൽ കോസ്റ്റ് ടു പ്രീവിയസ് ഓണർ, ലെസ് depreciation if allowed to him. So depreciation allow ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിപ്രീസിയേഷൻ അയാൾക്ക് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? സോ നമുക്കിവിടെ വീണ്ടും ഉള്ള ആക്ച്വൽ കോസ്റ്റ് എടുക്കാൻ പറ്റില്ല. എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ? ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്. അതിന്റെ പുറത്ത് നമുക്ക് ഡിപ്രീസിയേഷൻ, ആ റിട്ടേൺ ഡൗൺ വാല്യൂവിന്റെ പുറത്തെ ഡിപ്രീസിയേഷൻ. സോ അയാൾക്ക് ഡിപ്രീസിയേഷൻ ഒന്നും അലോ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ആക്ച്വൽ കോസ്റ്റ് പ്രീവിയസ് ഓണർ വിൽ ബി ടേക്കൺ ആസ് ആക്ച്വൽ കോസ്റ്റ്. നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എടുക്കും. Assets acquired with an intention to claim
intention to claim higher depreciation. Higher depreciation. So higher depreciation claim ചെയ്യാൻ വേണ്ടി അസറ്റിന്റെ പ്രൈസ് ഹൈക്ക് ചെയ്ത് കാണിക്കുന്ന സെനാരിയോ ഉണ്ടെങ്കിൽ ഈ കേസിൽ amount determined by assessing officer with the approval of joint commissioner. Joint with the approval of joint commissioner. With the approval of joint commissioner. With the approval of joint commissioner. So normally fair market value of asset ആയിരിക്കും എടുക്കാറുള്ളത്. അസസിംഗ് ഓഫീസർ നോർമലി ഇങ്ങനെയുള്ള കേസിൽ സോഫ്റ്റ്വെയർ ആ മാർക്കറ്റ് വാല്യൂനേക്കാൾ ഹൈക്ക് ചെയ്ത് കാണിക്കാൻ അവർക്ക് മനസ്സിലായി, അസസിംഗ് ഓഫീസർക്ക് മനസ്സിലായി ഇങ്ങനെ പ്രൈസ് ഹൈക്ക് ചെയ്ത് കാണിക്കുന്ന ഉദ്ദേശം എന്താണ്, ഹയർ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത് പ്രോഫിറ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശമാണ്. സോ അവിടെയും നോർമലി അവരെടുക്കുന്ന എന്താണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് എന്തായിരിക്കും, അസസിംഗ് ഓഫീസർ ജോയിന്റ് കമ്മീഷണറുടെ അപ്രൂവലോട് കൂടി എന്താണ് നിങ്ങൾ പറയുന്നതല്ല, ആക്ച്വലി എന്താണ് ഇതേ ഉള്ളൂ, ഇതിന് നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്താൽ മതി, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്താൽ മതി എന്ന് പറയും. സോ അസോസിയേറ്റ് ഇന്റൻഷൻ ടു ക്ലെയിം ഹയർ ഡിപ്രീസിയേഷൻ. കൂടുതൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി കോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഇത്രയാണെന്ന് കാണിച്ചാൽ അസസിംഗ് ഓഫീസറോട് പറയും ആക്ച്വലി നിങ്ങൾക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂ ഇത്രയല്ലേ ഉള്ളൂ, പിന്നെ നിങ്ങൾക്ക് ഇത്ര വന്നു, സോ നിങ്ങൾ ഇത്ര എടുത്താൽ മതി, ഫെയർ മാർക്കറ്റ് വാല്യൂ വെച്ച് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറയും. ക്ലിയർ? സോ നോർമൽ കോസ്റ്റ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചിരിക്കുന്ന ഭയങ്കര ഹൈ വാല്യൂ ആണ്. സോ എന്തുദ്ദേശത്തിലാണ് അവർ അങ്ങനെ ഹൈ വാല്യൂ കാണിച്ചിരിക്കുന്നത്, ടു ക്ലൈം മോർ ഡിപ്രീസിയേഷൻ, അതിലൂടെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. സോ അസസിംഗ് ഓഫീസർ വിത്ത് അപ്രൂവൽ ഓഫ് ജോയിന്റ് കമ്മീഷൻ എന്ന് പറയും, വേണ്ട അത്രയും ഡിപ്രീസിയേഷൻ കാണിക്കാൻ പറ്റില്ല, സോ നിങ്ങൾ കോസ്റ്റ് ഹൈക്ക് ചെയ്തിരിക്കുകയാണ്, ഫെയർ മാർക്കറ്റ് വാല്യൂ അസറ്റിന്റെ ഈ അസറ്റിന്റെ ഇപ്പോഴത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഇത്രേ ഉള്ളൂ, ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ എമൗണ്ടിൽ നിങ്ങൾ എന്ത് കാണിച്ചാൽ മതി, ഡിപ്രീസിയേഷൻ റേറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ആക്ച്വൽ കോസ്റ്റ് വിൽ ബി നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് പ്രൈസ് അല്ല, എന്താണ് ഈ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ്. ഓക്കെ, ദെൻ റീ അക്വസിഷൻ ഓഫ് അസറ്റ് സോൾഡ്. റീ acquisition of assets sold. Reacquisition of assets sold. Okay. ഒരു അസറ്റ് സെയിൽ നടത്തിയിട്ട് റീ അക്വയർ ചെയ്താൽ, അസറ്റ് സെയിൽ നടത്തിയിട്ട് റീ അക്വയർ ചെയ്താൽ, സോ അസറ്റ് സെയിൽ നടത്തിയിട്ട് അതേ അസറ്റ് തന്നെ കൂടുതൽ കോസ്റ്റിന് റീ അക്വയർ ചെയ്താൽ എന്താണ്, ഡിപ്രീസിയേഷൻ കൂടുതൽ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ പല രീതിയിൽ ഇതൊരു വേ ഓഫ് ടാക്സ് കുറയ്ക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള നീക്കമാണ്. അതെന്താണ്, ഞാനൊരു അസറ്റ് വിറ്റു, സോ 10 രൂപയ്ക്ക് വിറ്റിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഞാനത് 15 രൂപയ്ക്ക് വാങ്ങിക്കുന്ന എഫക്റ്റ് ആണ് വരുന്നത്. സോ ദാറ്റ് മീൻസ് അസറ്റ് റീ അക്വയർ ചെയ്താൽ, സോ അസറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണ് ഡിപ്രീസിയേഷൻ എലിജിബിൾ ആണ്. ഈ കേസിൽ സോ 15 രൂപയ്ക്കല്ലേ ഞാൻ മേടിച്ചത്, ആക്ച്വലി 43 സബ്സെക്ഷൻ 1 പ്രകാരം ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര ഇടണം, എനിക്ക് ആക്ച്വലി ഞാൻ ചെലവാക്കി തരണം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വിറ്റ അസറ്റ് റീ അക്വയർ ചെയ്തിരിക്കുകയാണ്, സോ അതുകൊണ്ട് അങ്ങനെ തരാൻ പറ്റൂല. സോ ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് പ്രകാരം എന്ത് പറയും, ഫസ്റ്റ് വൺ WDV at the time of sale. At the time of sale. So സെയിലിന്റെ ടൈമിലെ WDV, then reacquisition cost. Reacquisition cost. Whichever is less. So ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കും എന്തായിട്ട് എടുക്കേണ്ടത്, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇൻ കേസ് ഓഫ് റീഅക്വസിഷൻ ഓഫ് അസറ്റ് സോൾഡ്. നമ്മൾ തന്നെ അസസ് തന്നെ വിറ്റ അസറ്റ് അസസ് വീണ്ടും തിരിച്ചു വാങ്ങിക്കുവാണെങ്കിൽ, സോ കൂടുതൽ വിലയ്ക്ക് വാങ്ങിച്ചാൽ അവരുടെ ഉദ്ദേശം എന്താണ്, ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുക, വേറെ പല അവർ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ്സും ഉണ്ടാകാം, ഹിഡൻ ഡീലിങ്സ് ഉണ്ടാകാം. സോ അതിനെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എന്താണ്, സോ റീ അക്വയർ ചെയ്താൽ നിങ്ങൾ വിറ്റ സമയത്തെ WDV എത്രയാണ് അല്ലെങ്കിൽ റീഅക്വസിഷൻ കോസ്റ്റ്, ഇതിലേതാണോ ഏറ്റവും കുറവ് അതേ എടുക്കാൻ പറ്റുള്ളൂ. എന്തായിട്ട്, ആക്ച്വൽ കോസ്റ്റ്. ക്ലിയർ ആണോ?
Next one. Asset purchased and leased back to the same person. Same person. Asset purchase ചെയ്തു എന്നിട്ട് ആ പർച്ചേസ് ചെയ്ത ആൾക്ക് തന്നെ എന്താണ് ലീസ് ബാക്ക് ചെയ്താൽ ഇവിടെ WDV to the previous owner. That means lessee. Previous owner ആയിട്ടുള്ള lessee. So നമ്മൾ ഓണറിന്റെ നിന്ന് പർച്ചേസ് ചെയ്തു ദെൻ അയാൾക്ക് ലീസിന് കൊടുത്തു അതുകൊണ്ടാണ് അയാളെ ലെസി എന്ന് വിളിക്കുന്നത്. അയാൾക്കുണ്ടായിരുന്ന WDV to previous owner അതായിരിക്കും എന്ത് കോസ്റ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ്. നെക്സ്റ്റ് വൺ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എക്സ്പ്രഷൻ 5 എന്ന് പറഞ്ഞ ബിൽഡിംഗ് വാസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. Building used for personal purpose. Now bought into business or profession. Now bought into business or profession. Now bought into business or profession. So നമ്മൾ പറഞ്ഞു ബിൽഡിങ്ങിന് മാത്രം എന്ത് അലൗഡ് ആണ് നോഷണൽ ഡിപ്രീസിയേഷൻ. ബാക്കിയുള്ള അസറ്റിനൊന്നും തന്നെ എന്താണ് നോഷണൽ ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. സോ എന്ത് ചെയ്യാം ഒറിജിനൽ കോസ്റ്റ്. സോ അതിൽ നിന്ന് എന്ത് കുറയ്ക്കാം പ്ലസ് നോഷണൽ depreciation at current rate. കുറച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്തായിട്ട് എടുക്കുക ആക്ച്വൽ കോസ്റ്റ്. വേറെ ഒരു അസറ്റിനും നമ്മൾ കാറിന്റെ കാര്യം പറഞ്ഞു. സോ അവിടെയും എന്റെ എടുക്കുള്ളൂ കോസ്റ്റ് ടു പ്രീവിയസ്. ദാറ്റ് മീൻസ് ആക്ച്വൽ കോസ്റ്റ് എടുക്കുള്ളൂ. അവിടെ നോഷണൽ ഡിപ്രീസിയേഷൻ വേറെ ഒരു അസറ്റിനും എന്താണ് ഈ പറയുന്ന നോഷണൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻകം ടാക്സിൽ ഇല്ല. ഓക്കെ അല്ലേ? Yes, sir. Next one. Capital asset transferred by holding company to its 100% subsidiary company or 100% subsidiary company to holding company. 100% subsidiary company to holding company. Okay. ആ കേസിൽ cost or WDV to the transferor company. So cost അല്ലെങ്കിൽ WDV ആ ട്രാൻസ്ഫർ കമ്പനിക്ക് എത്രയാണോ ആയിരിക്കുന്നത് അത് 100% ആണ് അതേ കമ്പനിയുടെ തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ cost or WDV to the transferor company. Then next one. transferred by amalgamating company to amalgamated company. Amalgamating company to amalgamated company. So ഇവിടെ അതേപോലെ തന്നെ cost or WDV
to amalgamating company. മുമ്പുണ്ടായിരുന്ന കമ്പനിക്ക് ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് അല്ലെങ്കിൽ WDV ആയിരിക്കും നമ്മൾ എന്തെടുക്കുന്നത് ആക്ച്വൽ കോസ്റ്റ്. Then next one, transferred by demerged company to resulting company. Demerged company to resulting company. ഇവിടെയും എന്ത് തന്നെ ആയിരിക്കും കോസ്റ്റ് ഓർ WDV to dash ഇതായിരിക്കും. കോസ്റ്റ് ഓർ WDV ഓഫ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് WDV to demerged company. സോ demerged കമ്പനിക്ക് ഉണ്ടായ കോസ്റ്റ് അല്ലെങ്കിൽ WDV എത്രയാണോ അതായിരിക്കും എന്ത് actual cost. Then next one, already നമ്മൾ ഒരു പോയിന്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. asset acquired out of borrowed fund. Asset acquired out of borrowed fund. So that means ലോൺ എടുത്ത ഫണ്ടിൽ നിന്നാണ് അസറ്റ് അക്വയർ ചെയ്തെങ്കിൽ എന്ത് ക്യാപിറ്റലൈസ് ചെയ്യുന്ന പറഞ്ഞത് ഇൻട്രസ്റ്റ് എന്ന് വരെ interest up to date of first put to use. Form part of actual cost. So that means ആ പീരീഡിലെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും ആക്ച്വൽ കോസ്റ്റിനോട് ആഡ് ചെയ്ത് ക്യാപിറ്റലൈസ് ചെയ്യും. Then excise duty, then GST, customs, etc. So ഇത് ആക്ച്വൽ കോസ്റ്റിൽ വരുന്നത് എപ്പോഴാണ് if SENVAT credit not availed. So SENVAT credit availed അല്ലെങ്കിൽ എന്താണ് forming part of actual cost. Forming part of actual cost. Okay. Yes, sir. Then government grant or subsidy. So government grant or subsidy കിട്ടിയാൽ എന്തിൽ നിന്ന് കുറയ്ക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് actual cost if related to any asset then reduced from actual cost. If related to any asset. So ഏതെങ്കിലും പർട്ടിക്കുലർ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഗ്രാന്റ് കിട്ടിയെങ്കിൽ എന്താണ് അസറ്റിന്റെ ആക്ച്വൽ കോസ്റ്റിൽ നമ്മൾ എന്താണ് ഈ ഗ്രാന്റ് കുറച്ചുള്ള ഫിഗർ ആയിരിക്കും എന്തിനു വേണ്ടി എടുക്കുന്നത് ആക്ച്വൽ കോസ്റ്റ്. ദാറ്റ് മീൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലെയിമിംഗ് ഡിപ്രീസിയേഷൻ. Then reduce from actual cost. Reduce from actual cost. Then next one, asset bought into India by non-resident. Asset bought into India by non-resident.
for use of his business or profession. So ഇത് ചെയ്യുമ്പോഴത്തേക്കും ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ. സോ ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ബട്ട് ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ട ആ നോട്ടാണ് എഴുതേണ്ടത്. കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഇൻ ഫോഴ്സ്. Calculate rate in force as if the asset was used in India. As if asset was used in India. So ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന പോലെ ഇന്ത്യയിൽ for the date of acquisition, from the date of acquisition, from date of acquisition, from the date of acquisition. Okay, so ഇത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ത് actual cost if asset bought into India by non-resident for his business or profession. Okay, last one. Actual cost. Actual cost allowed as deduction under section 35 AD. Specified business ആണ് നമ്മൾ പിന്നീട് in depth ഡിസ്കസ് ചെയ്യുന്നതാണ്. And capital asset transferred to non-specified business. Transferred to non-specified business after 8 years. After 8 years. After 8 years from the year of acquisition. From the year of acquisition. From the year of acquisition or transfer. By way of transfer as per section 47. So the actual cost of transferring. Actual cost of transferring shall be nil. 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 Okay, so ഇത്രയാണ് സ്പെഷ്യൽ കേസസ്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും. ദെൻ ആ പറയുന്ന കാര്യങ്ങൾ രസീത് കിട്ടുന്ന ആക്ച്വൽ കോസ്റ്റുകളല്ല. ഈ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് എന്താണ് ആക്ച്വൽ കോസ്റ്റ് ഈ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ IT ആക്ട് പ്രകാരം ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും എന്തായിട്ട് എടുക്കുക ആക്ച്വൽ കോസ്റ്റ്. സോ ഇതിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുക ഡിപ്രീസിയേഷൻ. സോ ഇവിടെയും അതേപോലെ 35 പോലെ തന്നെയാണ് 35 AD. സോ ഇതിന്റെ മുഴുവനും നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുണ്ടാവും അലൗഡ് ആസ് ഡിഡക്ഷൻ ആണ്. സോ പിന്നീട് നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിലേക്ക് ആഫ്റ്റർ ഇറ്റ്. സോ ഇത് 35 AD നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ 80 ഇയേഴ്സിന്റെ കേസ്. സോ അവിടെ നമ്മൾ 35 AD സെക്ഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. സോ 35 AD ദാറ്റ് മീൻസ് 100% മൊത്തം ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്ത ഒരു അസറ്റ് 8 വർഷത്തിന് ശേഷം നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിൽ കൊണ്ടുവന്നാൽ അയാൾക്ക് എന്താണ് പിന്നെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വാല്യൂ ഒന്നും ഉണ്ടാകത്തില്ല, നില്ലായിരിക്കും. സയന്റിഫിക് റിസർച്ചിൽ എടുത്തതുപോലെ തന്നെ. ക്ലിയർ ആണോ? സോ റിമൈനിങ് പോർഷൻ നമുക്ക് ഈവനിങ് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്തത് ഡിപ്രീസിയേഷൻ 1-2 പോയിന്റ് ഒരു അമെൻമെന്റ് പോയിന്റ്, ദെൻ കണ്ടിന്യൂയിങ് സെക്ഷൻസ് നമുക്ക് ഈവനിങ് ഡിസ്കസ് ചെയ്യാം.
ഇന്നലെ ഡിസ്കസ് ചെയ്തെല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ? Yes, sir. Yes, sir. സോറി, ഈവനിങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.